പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ നാം സംസാരിച്ച വിഷയം ഓർമ്മിക്കുമല്ലോ. രചനാപരമായ കൗശല തികവിൻ്റെ പ്രതിഭാപൂർണമായ ഒരു ബൗദ്ധിക പ്രകാശത്തിൻ്റെ വെളിച്ചം ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹത് കാവ്യം. അതിൽ ഉരുത്തിരിയുന്നത് ദേവചരിത്രമല്ല, രാക്ഷസ ചരിത്രവുമല്ല, മനുഷ്യചരിത്രമാണ്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വനേചരരായ കാട്ടാളരെയും ദിവ്യജന്മങ്ങളെന്ന് വിലയിരുത്തുന്ന ദേവന്മാരെയും അവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യകൃതമായ ജീവിതാവസ്ഥകളെ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അനുഭവ പരമ്പരകളിലൂടെ രൂപപ്പെടുന്ന ജീവിതാവസ്ഥകളെ, അതിസങ്കീർണമായ ജീവിതാനുഭവങ്ങളെ വളരെ ശ്രദ്ധാപൂർവം സനിഷ്കർഷം നോക്കിക്കണ്ട ഒരു പ്രതിഭാശാലിയെക്കുറിച്ചാണ് വാൽമീകി നമുക്ക് ഓർമ്മിക്കാനുള്ളത്. അങ്ങനെ ഒരു കൃതി അതിന് അതിതിഹാസമായി. ഇതിഹാസം എന്ന വാക്ക് ഇതിഹ എന്നും ആസ എന്നുമുള്ള രണ്ട് പദങ്ങളിൽ നിന്നാണ് അതുണ്ടാവുന്നത്. ഇതിഹാസം, ഇതിഹ, ആസ, ഇപ്രകാരം സംഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്രകാരം സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ അത് ചരിത്രമായിരിക്കണം. ചരിത്രത്തെ കാവ്യപരമായ ആലങ്കാരികതയോടെയും അല്പമൊക്കെ അതിശയോക്തിയോടെയും കൂടി അവതരിപ്പിക്കുമ്പോഴേ അതൊരു ഹൃദയാഹ്ലാദകാരിയായ കാവ്യമായി പരിണമിക്കുകയുള്ളൂ. അതാണ് രാമായണത്തിൻ്റെ പിന്നിൽ. അങ്ങനെയാണ് രാമായണത്തെ വിലയിരുത്തേണ്ടത്. എല്ലാം നമ്മുടെ യുക്തിക്ക് ഒതുങ്ങണമെന്നില്ല. എല്ലാ അവസ്ഥകളും ജീവിതത്തിൻ്റെ യുക്തിക്കും ഇണങ്ങുന്നതല്ലല്ലോ. നമ്മുടെ അനുഭവങ്ങളെ ഓരോന്നും മറ്റാളുകളോട് പറയുമ്പോൾ ആളുകൾ അവിശ്വസിക്കാറില്ലേ? അതിൻ്റെ സ്വാഭാവികത ഇല്ലാത്തതാണെന്ന് തോന്നുന്നത് കൊണ്ടല്ലേ ഈ അവിശ്വസിക്കുന്നത്. അത്തരം സ്വാഭാവികതയില്ലായ്മ ഈ കാവ്യത്തിലും ജീവിത ചിത്രണത്തെക്കുറിച്ചുള്ളതായതുകൊണ്ട് തന്നെ ഉണ്ട് താനും. അതുകൊണ്ടാണ് രാമകഥയിൽ പലരും കുറേയധികം കുഴപ്പങ്ങളും കുറ്റങ്ങളും എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ഇന്നും ശ്രമിക്കുന്നത്. ത്രേതായുഗത്തിലെ, ഇന്നലെ ഞാൻ പറഞ്ഞു, ത്രേതായുഗത്തിലെ 3 കാര്യങ്ങളാണുള്ളത്. ആഹവനീയാഗ്നി, ദാക്ഷണാഗ്നി, ഔപാസനികാഗ്നി, ഇങ്ങനെ 3 അഗ്നികളെ ഉപയോഗിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുന്ന യുഗം ത്രേത. കൃത, ത്രേത, ദ്വാപര, കലി. ആ ത്രേതായുഗത്തിലെ ധർമ്മസങ്കല്പം ഇന്ന് ഈ 21 നൂറ്റാണ്ട് കഴിഞ്ഞ് 22-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു പോകാൻ നമ്മുടെ സമൂഹം തയ്യാറെടുക്കുമ്പോൾ പോലും ആദരണീയവും സ്വീകാര്യവുമായി പരിണമിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം മഹത്തരമായിരിക്കും ആ കാവ്യപ്രജ്ഞ. പ്രതിഭാശാലിയായിരുന്നു വാൽമീകി. പ്രജ്ഞ നവോന്മേഷശാലിനി പ്രതിഭാം വധ എന്നാണ്. അതാണ് പ്രതിഭ. പ്രജ്ഞ പ്രകർഷണ ജാനാതി, പ്രത്യേകമായി ഒരു വിഷയത്തെ സമീപിക്കാൻ കഴിയുന്ന ചിത്തവൃത്തിയുള്ള അവസ്ഥ പ്രതിഭ. പ്രജ്ഞ നവോന്മേഷശാലിനി, ഒരിക്കലും പഴയതാകാതിരിക്കുക, പുതിയതായിരിക്കുക. അതാണ് പ്രതിഭ. ആ പ്രതിഭയാണ് കവിയിലുള്ളത്, വാൽമീകിയിലുള്ളത്. അതാണ് പിൽക്കാലത്ത് എത്രയോ ആളുകളെ പ്രചോദിപ്പിച്ചത്. നമ്മുടെ അധ്യാത്മരാമായണകാരനെയും അതാണ് പ്രചോദിപ്പിച്ചത്. 4238 പദ്യങ്ങളിലായിട്ട്, ശ്ലോകങ്ങളിലായിട്ട് അധ്യാത്മരാമായണം മൂലം എഴുതപ്പെട്ടു, ആഖ്യാനം ചെയ്യപ്പെട്ടു. അതിൽ ചെയ്തത് എന്താണ്? കേവല മനുഷ്യനാണെന്ന് വാൽമീകി പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള രാമകഥാപാത്രത്തെ ഈശ്വരൻ്റെ നേരിട്ടുള്ള ഒരു അവതാരമായി നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കുകയും മനുഷ്യ ആരോപിതമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ഒരു കഥാപാത്രം. അതായത് മനുഷ്യനായിരുന്നു കൊണ്ട് മനുഷ്യ അതീതത്തിലേക്ക് സഞ്ചരിച്ചു എന്നുള്ളതാണ് രാമൻ്റെ മഹത്വം. മനുഷ്യജന്മം എടുത്തുകൊണ്ട് തന്നെ മനുഷ്യ അതീതമായ അവസ്ഥയിലേക്ക് സഞ്ചരിക്കുകയാണ്. കാരണം ആർക്കും ഒരിക്കലും പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയാത്ത ധാർമ്മിക ജീവിതം സാക്ഷാത്കരിച്ച ആളെന്നുള്ള നിലയിലാണ് ഈ മനുഷ്യാതീതം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. ആ മനുഷ്യാതീതം, മനനാത് മനുഷ്യ എന്ന മനുഷ്യൻ വിവേകപൂർവ്വം ചിന്തിക്കുകയും വിവേചനത്തോടെ പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥ ഒരു ജീവിയിലുണ്ടെങ്കിൽ ആ ആളിനെ നമ്മൾ വിളിക്കുന്നതാണ്, സാധാരണ പേരാണ് ഈ മനുഷ്യൻ എന്നുള്ളത്. ജന്തുക്കൾക്കും ഇതെല്ലാം കുറെയെല്ലാം ഉണ്ട്, എങ്കിലും മനുഷ്യനത് സമ്മതിച്ചു കൊടുക്കുകയില്ല ഉണ്ടെന്ന്. ആ മനുഷ്യൻ്റെ കഥയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാമനെ ഈശ്വരനായിട്ട്, ദൈവമായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഈ അധ്യാത്മരാമായണകാരൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് കാരണം ആ കാലഘട്ടങ്ങളിൽ സമൂഹത്തെ ബാധിച്ച മൂല്യച്യുതിയിൽ നിന്നുള്ള രക്ഷ വേണം എന്നുള്ള ആഗ്രഹമാണ്.
സദാചാര മൂല്യങ്ങൾ പാടെ തകടം മറിയുകയും ധ്വംസിക്കപ്പെടുകയും തച്ചുടയ്ക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം. സത്യം, ധർമ്മം, അഹിംസ, സഹകരണം, സന്മനോഭാവം തുടങ്ങിയ സദ്വിചാരങ്ങൾ മനുഷ്യമേധയിൽ നിന്ന് അകന്നു പോവുകയും അവൻ്റെ പെരുമാറ്റങ്ങളുടെ ആകത്തുക എപ്പോഴും സ്വാർത്ഥമായ നിലയിലേക്ക് വരികയും മൂല്യവിനാശം സംഭവിച്ചുകൊണ്ട് നിരന്തരം യാതനകളിലും വേദനകളിലും പെട്ടുഴലുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനാവശ്യമായ മാർഗം എന്തെന്നുള്ള ബുദ്ധിപരമായ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഈ അധ്യാത്മരാമായണം എന്ന കൃതിയിൽ ദൈവികമായ പരിവേഷം നടത്തിക്കൊണ്ട് രാമൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാമെന്ന് അതിൻ്റെ രചയിതാവ് തീരുമാനിച്ചതെന്ന് വേണം കരുതാൻ. അങ്ങനെ ഈ രാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അയോധ്യാധിപതിയായിരുന്ന ദശരഥന് അനപത്യതാ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ അതിനുള്ള പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഒരു യാഗത്തിൻ്റെ ഫലമായിട്ടാണ്, പുത്രകാമേഷ്ടി എന്നു പേരുള്ള ഒരു യാഗത്തിൻ്റെ ഫലമായിട്ടാണ് അഗ്നിദേവൻ അഗ്നിയിൽ നിന്ന് തന്നെ പായസം ഒരു പാത്രത്തിൽ ചരുവം നമ്മൾ പറയുമല്ലോ, ആ പാത്രത്തിൽ പായസം കൊണ്ട് കൊടുക്കുന്നതും അത് ഔഷധമാണ്. വശീകരണ വിധി പ്രകാരമുള്ള ഔഷധമാണത്. ആ ഔഷധം കഴിച്ചിട്ടാണ് ഈ ഭാര്യമാർ ഗർഭിണികളാവുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്തത്. ദിവ്യജന്മമായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. കാരണം അവതാരം എന്ന പ്രക്രിയയിൽ ദേവന്മാരെ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ അയോനിജർ എന്നുള്ളൊരു പ്രയോഗം അവിടെ വരും. അയോനിജരായ ആളുകളാണ് ദിവ്യജന്മമെന്ന് വിചാരിച്ച ഒരു കാലഘട്ടമാണത്. അതാണ് ത്രതായുഗത്തിൻ്റെ ജന്മപരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ അവസ്ഥ കൊണ്ടുവന്ന് അങ്ങനെ ജനിച്ച ഒരാൾക്ക് ഒരു സമഗ്രമായ ജീവിത ചിത്രണങ്ങളിൽ എന്തെല്ലാമൊക്കെ ഗതിവിഗതികൾ ഉണ്ടാവും, വൈകാരികമായും വൈചാരികമായും അനുഭവങ്ങളായി എന്നുള്ളത് നോക്കിക്കണ്ട നല്ല ഒരു പ്രേക്ഷകനും കൂടിയാണ് ഈ വാൽമീകി. ശുദ്ധ നരത്വത്തെ അവതരിപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. അധ്യാത്മരാമായണകാരനാണെങ്കിൽ രാമനെ ദൈവമാക്കുകയും ചെയ്തു. എന്താണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നതിൻ്റെ ഒരു ഭാവം? അത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെതാണ്. ഭക്തി, നമ്മളെല്ലാം ഭക്തിയോടെ പ്രണമിക്കും. ഈശ്വരൻ്റെ മുമ്പിൽ നമുക്ക് ബഹുമാനിക്കണമെന്ന് തോന്നുന്ന ആളുടെ മുമ്പിൽ ഒക്കെ നമ്മൾ തൊഴുകയുമായി നിൽക്കും. എന്താണ് ഈ തൊഴുകൈ? വ്യത്യസ്ത ധർമ്മങ്ങളുള്ള നമ്മുടെ രണ്ട് കൈകൾ, ശരീരമാകുന്ന മുനിസിപ്പാലിറ്റിയിലെ തോട്ടിവേല ചെയ്യുന്ന ഇടതുകൈ, ശുഭകരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വലതുകൈ, ഒരമ്മ പ്രസവിച്ച് രണ്ട് മക്കളെപ്പോലെ തുല്യത പുലർത്തുന്നു എന്ന് നാം കരുതുന്ന രണ്ട് അവയവങ്ങളാണ് രണ്ട് കൈകൾ. ഈ അവയവങ്ങൾ രണ്ടും ഒരുപോലെ ചേർത്ത് വയ്ക്കുകയാണ്. വ്യത്യസ്തമായി മാറ്റിയല്ല, ഇങ്ങനെയുമല്ല, അത് പിൻവശത്തുമല്ല. നേരെ ശരീരത്തെ രണ്ട് അർത്ഥപരിച്ഛേദങ്ങളാക്കുന്നതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വെച്ച് കൈവച്ച് ആരുടെയും മുമ്പിൽ കുനിക്കാൻ ഇഷ്ടമില്ലാത്ത ശിരസ് ഒരല്പം കുനിക്കുകയാണ്. സമത്വത്തിൻ്റെ ഒരു സിമ്പലാണിത്, സർവസമത്വത്തിൻ്റെ ഒരു സിമ്പലാണിത്. സാമ്പത്തികമോ വർഗീയമോ സാമുദായികമോ ആയ വൈരുദ്ധ്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള തുല്യതാ സങ്കല്പത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രതീകമാണ് നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്. അത് ഭാരതീയമായ ഒന്ന് മാത്രമാണ്. മറ്റ് സംസ്കാരങ്ങളിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോഴും തൊഴാൻ മനസ്സില്ലാത്ത ആളുകൾ ഒരു കൈ എടുത്തെങ്കിലും നെഞ്ചത്തിനെ പിടിക്കും. രണ്ട് കൈകളും കൂടെ ചേർത്ത് ആരുടെയും മുമ്പിൽ കുനിക്കാൻ ഇഷ്ടമില്ലാത്ത ശിരസ്വരൽപ്പം കുനിച്ച് ഞാനും നിനക്ക് തുല്യനാണ് എന്ന് വ്യംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന സമ്പ്രദായമാണ് നമസ്കാരം. ഈ തുല്യത, ഈ സമത്വഭാവം, ഈശ്വരനും ഞാനും രണ്ടല്ല, ഞാനും നീയും ഒന്നാണ് എന്നുള്ള ഔപനിഷദിക ദർശനം കൂടിയാണ്. ഉപനിഷത്തിൽ പറയും, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന്. അഹം, ഞാൻ, ബ്രഹ്മം, ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ബ്രഹ്മം എന്താണ്? ഈശ്വരനാണ്. ഈശ്വരൻ്റെ ഒരു മറുപേരാണ് ഈ ബ്രഹ്മം എന്നുള്ളത്. വളരുക, പിളരുക, പൊട്ടിപ്പുറപ്പെടുക എന്നെല്ലാം അർത്ഥമുള്ള ബ്രഹ് ധാതുവിൽ നിന്നാണ് ബ്രഹ്മം എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി. ബ്രഹ്മം എന്ന് പറയാൻ അറിയുന്നവർ ചുരുക്കമാണ്. കുറച്ചാൾക്ക് അറിയും. ബ്രഹ്മം ബ്രഹ്മം എന്നേ പറയാറുള്ളൂ. ഹായും മായും കൂടെ ഒരേ മാത്രയിൽ പറയണം. ബ്രഹ്മം, ആ മാ എന്നുള്ളത് മൂക്കിലൂടെയും ഹാ എന്നുള്ളത് വായിലൂടെയും ഒരേ സമയത്ത് വരണം. ഒരു ഏകമാത്രകമായി ഈ അക്ഷരം ഉച്ചരിക്കണമെന്നാണ് പൂർവ്വനിപാതം എന്ന നിയമം അനുസരിച്ച്. അത് ബ്രഹ്മം എന്നാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു എങ്കിൽ നീയും നിങ്ങളും മറ്റാളുകളും എല്ലാം ബ്രഹ്മങ്ങളാണ്. എന്നിൽ നിന്ന് അന്യമായ ഒന്നുമില്ല. എല്ലാം ഒരേ ബ്രഹ്മത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ മാത്രമാണ്. അട്ടയും പാറ്റയും പുഴുവും മനുഷ്യനും സിംഹവും കരടിയും പുലിയുമെല്ലാം
ഒരേ ജീവഭാവത്തിൻ്റെ, ഒരേ ചൈതന്യ വിശേഷത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളാണെന്നുള്ള സങ്കല്പമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിലൂടെ ഉള്ളത്. അവിടെ ആ ബ്രഹ്മമാണ് ഇവിടെ പറയുന്ന പ്രധാനമായ കാര്യം. ഈശ്വരത്വം ബ്രഹ്മാത്മകത്വമുള്ളതാണ്, ഈ പ്രകൃതി ബ്രഹ്മാത്മകത്വമുള്ളതാണ്, സകലവും ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നിങ്ങനെ ധാരാളം ബ്രഹ്മ നിർവചനങ്ങളുള്ളത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ പറയും. ഛാന്തോക്യ ഉപനിഷത്ത്, ശ്വേതാശ്വതര ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകളിലെല്ലാം ഈ ബ്രഹ്മസങ്കല്പത്തെ പലപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതാണ് അർത്ഥം. ആ ബ്രഹ്മസങ്കല്പത്തിൽ പറയുമ്പോൾ ചരാചര പ്രകൃതികളെല്ലാം ഒത്തുചേരുന്ന ഈ പ്രപഞ്ച ഘടനയിൽ ഞാനും നീയും എന്നൊന്നില്ല. ഞാനും നീ ഉണ്ടെന്ന് തോന്നുകയാണ്. ആ തോന്നുന്നു എന്നുള്ളതിനെയാണ് ശ്രീശങ്കരൻ മിഥ്യാവാദം എന്ന് വിളിച്ചത്. ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ എന്ന് ശങ്കരാചാര്യർ പറയാനുള്ള കാരണം ഞാനും നീയും രണ്ടല്ലെങ്കിലും രണ്ടാണെന്ന് തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരനും ഞാനുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നാം എല്ലാവരും ഈശ്വരന്മാരാണ്. എങ്ങനെ? ഇവിടെ നിൽക്കുന്ന ഒരു തേക്കുമരം നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആ നിന്നതിനെ നമ്മൾ വെട്ടി അറുപ്പിച്ച് പലകകളാക്കി. ആ പലക ദൂരെ മാറ്റി വെച്ചു. ആശാരിയെ വിളിച്ച് നമ്മളതിന് ഒരു അലമാരി പണിയിച്ചു, ഒരു മേശ പണിയിച്ചു, ഒരു സ്റ്റൂൾ ഉണ്ടാക്കി, ഒരു ബെഞ്ചുണ്ടാക്കി, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കി. എന്താണ് ഇത് അർത്ഥത്തിൽ? അവിടെ നിന്ന മരമാണ്. ആ മരം വ്യത്യസ്ത രീതിയിലും ഭാവങ്ങളിലും നമ്മൾ ഉണ്ടാക്കിയപ്പോൾ, നിർമ്മിച്ചപ്പോൾ അതങ്ങനെയാണെന്ന് വന്നു. സൂക്ഷ്മമായി അപഗ്രഥിച്ച് നോക്കിയാൽ അത് ആ മാവല്ലാതെ ഒന്നുമല്ല. ആ മാവ് എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്ന് വളവും വെള്ളവും സ്വീകരിച്ച് ഓസ്മോസിസ് മൂലം ആഹാരം ഇലകളിലെത്തി അത് വളർന്ന് വലുതായി ഉണ്ടായതാണ്. അപ്പോൾ എന്താണത്? ഭൂമിയാണ്. ആ ഭൂമി എവിടെ നിന്നുണ്ടായി? സൗരപിണ്ഡത്തിൽ നിന്നുണ്ടായി. അവ ചുരുക്കം അങ്ങനെ അങ്ങോട്ട് അന്വേഷിച്ചു പോയാൽ ഏകമായ ഒരു വസ്തുവിൽ നിന്നാണ് വിവിധാത്മകമായി പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ എല്ലാം ആവിർഭാവമെന്ന് സംശയലേശമന്യേ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതി ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സങ്കല്പം, ഈശ്വരപരമായ ഇത്തരം സങ്കല്പം നമ്മുടെ ബൗദ്ധിക ചോദനയിൽ കയറിയാൽ എന്ത് സംഭവിക്കും? അവിടെ നഷ്ടപ്പെട്ടു പോയ മൂല്യസങ്കല്പങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഒക്കും. അങ്ങനെയാണ് ഭക്തി, പ്രാർത്ഥന തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യനെത്തിയത്. ആരാധന എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ശ്രേഷ്ഠത ആരിലുണ്ടോ ആ ആളുകളോട് തോന്നുന്ന പ്രത്യേകമായ മനോഭാവമാണ് ആരാധന. ആരാധനയുടെ ബഹിസ്ഫുരണമായ ഭാവമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കൃതിയിലൂടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒന്നാണത്. ഒരു ദൈവത്തിനും നമ്മളെ നല്ലവനോ മോശമോ ആക്കാൻ കഴിയില്ല. നമ്മളാണ് നമ്മുടെ അധികാരി. നമുക്ക് മാതൃകയാക്കാവുന്ന മൂല്യങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. അത് ഉദാഹരണമായി പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ നശിച്ചു പോകണമെന്ന് ഞാൻ ഈശ്വരനോട് പറയുന്നു. ദൈവമേ, എനിക്ക് അവന് ഒരുപാട് ദോഷം ചെയ്താൽ മുടിഞ്ഞു പോകണമെന്ന് പ്രാപ്തരാകുകയാണ്. അവനും അതുപോലെ പ്രാർത്ഥിക്കുക അങ്ങോട്ട്. ആരുടെ കാര്യം ദൈവം കേൾക്കും? ദൈവം എൻ്റെ പക്ഷത്ത് നിൽക്കുമോ അവരുടെ പക്ഷത്ത് നിൽക്കുമോ? ആരുടെ പക്ഷത്ത് നിൽക്കും? എന്താ അതിൻ്റെ അർത്ഥം? ഈശ്വരപരമായ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ ചൈതന്യ വിശേഷത്തിന് ഭേദഭാവനകളില്ല. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഇതിനകത്ത് പറഞ്ഞ് നിർമ്മമൻ, നിരാതങ്കൻ, നിരുപമൻ, നിഷ്ക്രിയൻ എന്നിങ്ങനെ എത്രയോ വിശേഷണങ്ങളാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നത്. അവിടെ ഭേദഭാവനകളില്ല. ഈശ്വരന് മുമ്പ് എല്ലാവരും സമന്മാരാണ്. ആ സമത്വത്തിലേക്ക് എത്താനുള്ള മനോഭാവമാണ് ഭക്തി. അതുകൊണ്ടാണ് മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവ ഗിരിയസി എന്ന് പറയും. അതാണ് ഭക്തി. മോക്ഷകാരണ സാമഗ്രിയാം, മോക്ഷകാരണത്തിനായുള്ള ഉപകരണമാണ് ഭക്തി എന്ന് പറയുന്നത്. എന്താ അവിടെയാണ് ഈ മോക്ഷം വരുന്നത്? മോക്ഷം വരുന്നത് ഐഹികമായ സുഖലോലുപമായ വിഷയഭോഗമായ എല്ലാത്തിൽ നിന്നുള്ള വിടുതൽ പൂർണ്ണമായിട്ടും സംഭവിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഈ മോചനം ഉണ്ടാവുകയുള്ളൂ. മോക്ഷം എന്ന വാക്ക് മോചിക്കുക എന്നർത്ഥമുള്ള മൂച്ച് ധാതുവിൽ നിന്നാണ് വാക്കുണ്ടായിട്ടുള്ളത്, മോചനം. അപ്പോൾ എന്തിൽ നിന്നുള്ള മോചനമാണ്? ലൗകിക വിഷയങ്ങളോടുള്ള വിഷയഭോഗങ്ങളിൽ നിന്നുള്ള മോചനമാണ്. വിഷയഭോഗങ്ങൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? എനിക്ക് ദുഃഖങ്ങളുണ്ടാവും, മത്സരങ്ങളുണ്ടാവും, സ്വാർത്ഥതയുണ്ടാവും. സ്വാർത്ഥ നിർമുക്തമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. എല്ലായ്പ്പോഴും എന്താണെന്നോ അഹംബോധമാണ് നമ്മെ ഭരിക്കുന്നത്. ഞാനുണ്ട്, എനിക്കുണ്ട്, എൻ്റേതാണ്, എനിക്ക് വേണം എന്നിങ്ങനെയുള്ള ഭാവമാണ്.
ഇതാണ് അഹംബോധം എന്ന് പറയുന്നത്. ഹരിതാമകീർത്തനത്തിൽ അത് പറയും, ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽബദ്ധം ഉണ്ടാവതല്ല മമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ടല്ലോ ഈ അഹങ്കാരത്തിൻ്റെ കാര്യം. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമില്ല. ഞാനെന്ന് തോന്നുന്നിടത്താണ് സ്വാർത്ഥതയുള്ളത്. സ്വാർത്ഥതയിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം ഉണ്ടാകുമ്പോഴേ അത് പരമസൗഭാഗ്യത്തിൻ്റെ പരമസാഫല്യത്തിൻ്റെ സുഖാവസ്ഥയായി പരിണമിക്കുന്നുള്ളൂ. അതാണ് വേണ്ടത്. അതാണ് ഭക്തിയുടെ അങ്ങേയറ്റമായിട്ട് പറയാം. സാരോപം സാലോക്യം തുടങ്ങി ഭക്തി കുറേയധികം ഭാവങ്ങളുണ്ട്. അതുണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറേ വിഷമമുണ്ട്. വെറുതെ അമ്പലത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഭഗവാനെ എനിക്ക് ലോട്ടറി അടിക്കണേ, അല്ലെ എൻ്റെ മകളുടെ വിവാഹം നടക്കണേ, അല്ലെ എൻ്റെ കല്യാണം നടക്കണേ, എനിക്ക് ഔദ്യോഗികമായ പ്രൊമോഷൻ കിട്ടണേ തുടങ്ങി ഏതെങ്കിലും പ്രത്യേകമായ ലക്ഷ്യങ്ങളോടുള്ള പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയല്ല. ഈശ്വരൻ അറിയാമല്ലോ, നിനക്ക് എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം, അത് ഞാൻ തരും. നീ ചോദിക്കേണ്ട, ചോദിച്ചു വാങ്ങലല്ല, ഞാൻ നിനക്ക് തരികയാണ്. ഈ അവസ്ഥ ഉണ്ടാവണം. ആ അവസ്ഥയിലാണ് ഇവിടെ മുക്തിയിലേക്കുള്ള സഞ്ചാരം ഒരാൾക്ക് കഴിയുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിന്നലെ ഞാൻ പുരുഷാർത്ഥത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ധർമ്മത്തിൻ്റെ ബലിഷ്ഠമായ ആ അവസ്ഥയ്ക്ക് ഉള്ളിലാണ് ബാക്കിയെല്ലാം നിൽക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാവും. ധർമ്മം, അർത്ഥം. ധർമ്മം ഉള്ള ഒരാൾക്ക് എത്ര ധർമ്മമുണ്ടോ ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥാർജനമേ പാടുള്ളൂ. ധനാർജനമേ പാടുള്ളൂ. അപ്പോൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാവുന്നത്ര ധനം ഉണ്ടാവുകയും ആ ധനത്തെ വിനിയോഗിക്കാൻ പാകത്തിൽ കാമം ഉണ്ടാവുകയും വേണം. ഇവിടെ അങ്ങനല്ലല്ലോ, കാമമാണ് അധികം. ആചാര്യസ്വാമികൾ പറയും, അർത്ഥം പാരം അനർത്ഥം ദുഷ്കൃത ഗർത്തം പരമിത് പരമാർത്ഥം നാസ്തി മനസ്സിന് ചരിതാർത്ഥ്യം. അർത്ഥം പാരം അനർത്ഥമായി വരികയാണ്. അർത്ഥം അനർത്ഥമായി വരുന്നത് അർത്ഥത്തെ അധികരിച്ച് കാമം നിൽക്കുന്നത് കൊണ്ടാണ്. 6 ദോഷങ്ങളുണ്ട് നമുക്ക്, ഷഡൂർമികൾ എന്ന പേരിൽ. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. 6 ദോഷങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് ഈ കാമം. ദോഷമായിട്ട് വരുമ്പോൾ അതേ കാമത്തെയാണ് പരമപുരുഷാർത്ഥത്തിൽ 3ാമത് കൊണ്ട് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് തൊട്ടിപ്പുറത്താണ് കാമത്തെ കൊണ്ടുവച്ചിരിക്കുന്നത്. കാമം എത്രത്തോളം ആവണം, ധർമ്മം എത്രയുണ്ടോ, എത്രമേലൊരാൾക്കുണ്ടോ അതിനനുസരിച്ചുള്ള അർത്ഥാർജനം, ആ അർത്ഥത്തിനനുസരിച്ചുള്ള അതിൻ്റെ വിനിയോഗക്രമങ്ങൾക്കനുസരിച്ചുള്ള കാമമാകാം, ദോഷമില്ല. എങ്കിൽ മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ കഴിയൂ. എങ്കിലേ അത് സർവസംഘ പരിത്യാഗമുള്ള ഒരു ജന്മഭാവമായിട്ട് മാറുകയുള്ളൂ. വലിയൊരു സത്യമാണിത്. പലപ്പോഴും ആളുകൾക്ക് അറിയാതെ പോവുകയും ഓർമ്മിക്കാതെ പോവുകയും അവഗണിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു പരമാർത്ഥമാണിത്, ഈ പുരുഷാർത്ഥ സങ്കല്പത്തിലെ ഈ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെയുള്ള മോക്ഷം പ്രാപിക്കാനുള്ള സാമഗ്രിയായിട്ടാണ് മോക്ഷകാരണ സാമഗ്രിയാം ഭക്തി ഏവ ഗരീയസി എന്ന് പറയാം. അതുപോലെ മറ്റൊരു നിർവചനമുള്ളത് സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിത്യേവ ഗരീയസി എന്ന് പറയും. സ്വസ്വരൂപം എന്താണ്? സ്വന്തം രൂപം. സ്വസ്വരൂപം എന്താണ്? എവിടെയാണ് നമ്മുടെ സ്വരൂപം ഉള്ളത്? ഇപ്പോൾ എൻ്റെ പേര് കലേശൻ എന്നാണ്. ഞാനാണോ? ഞാനെന്ന് പറയുന്ന അസ്തിത്വത്തിനകത്ത് ഈ പേര് മാത്രമാണോ ഉള്ളത്? അത് ഈ ജന്മത്തിലാണ്. മുജ്ജന്മത്തിൽ ഞാൻ വല്ല ആട്ടയോ പാറ്റയോ പുഴുവോ കന്നാലിയോ ഒക്കെ ആകാം. മുജ്ജന്മത്തിൽ പൂർവ്വജന്മം ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ജന്മത്തിലും വല്ല ഉറുമ്പോ ആട്ടയോ പാറ്റയോ പുഴുവോ കഴുതയോ കാളയോ ഒക്കെ ആകാം. മുമ്പ് ഞാൻ പറഞ്ഞു, എല്ലാ ജീവികളും ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണെങ്കിൽ ഏത് ഭാവം എടുക്കുന്നതെന്താ? ഏത് ശരീരമാണോ ആർജിക്കുന്നത് ആ ആർജിക്കുന്ന ശരീരത്തിന് അനുസൃതമായ ഒരു ഭാവമാണ് ഉള്ളത്. പോത്ത് എന്ന് പറയുന്ന രൂപം ഉണ്ടെങ്കിൽ അത് ആ പോത്തത്വം എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. ആ ക്യാരക്ടറാണ്, ആ സ്വഭാവമാണ് വരുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമാവില്ല അത് ആ ജന്മം. മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ്റെ ഭാവമാണ് ഉണ്ടാകേണ്ടത്. മനുഷ്യരിൽ മൃഗീയത വളരുന്നുണ്ടെന്ന് നമുക്കറിയാം, ബ്രൂട്ടാലിറ്റി ഉണ്ട് എങ്കിലും പറയുകയാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്ന ആ കാര്യം എന്തിനാണ്? നമ്മുടെ സദാചാര ബോധത്തെ നിലനിർത്തുന്നതിനും സാമൂഹികമായ കെട്ടുറപ്പ് കുറെ കൂടി ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണത് വേണ്ടത്. സമൂഹമാണ് വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്കുള്ള സഞ്ചാരമാണ് ശരിയായ ജീവിതം. വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരാൻ കഴിയുന്ന ഒന്ന് വന്നാൽ മാത്രമേ ഗുണപ്രദമായ പ്രായോഗികക്ഷമതയുള്ള ഒരു ജീവിതമാക്കി എടുക്കാൻ ഓരോ ആൾക്കും കഴിയുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ വളർത്തിയതും വലുതാക്കിയതും നമ്മളെ നിലനിർത്തുന്നതും ഒക്കെ മറ്റാളുകളാണ്.
എനിക്ക് ഒരു 20 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അതിന് ആധാരം എഴുതുന്നത് എങ്ങനെയാണ്? ഇന്ന ആളിൻ്റെ സ്ഥലത്തിൻ്റെ ഇന്ന ഭാഗത്തും ഇന്ന ആളുടെ സ്ഥലത്തിൻ്റെ ഇന്ന ഭാഗത്തും എന്ന് 4 അതിരുകൾ നിർണ്ണയിക്കും. ഇന്നടുത്ത് അകത്താണ് നമ്മുടെ സ്ഥലം. ആ അതിര് നിർണ്ണയിക്കാൻ അവരാരും ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലമില്ലല്ലോ, ഈ സ്ഥലമില്ല. അപ്പം നമ്മളുണ്ട് എന്നുള്ള, നമുക്കുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാക്കുന്നത് മറ്റാളുകളുടെ സാന്നിധ്യമാണ്. മറ്റാളുകളുടെ സാന്നിധ്യത്തിലൂടെ മാത്രമേ നമുക്കത് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്ന് സോഷ്യോളജിയിൽ പറയുന്നത് കറക്റ്റാണ്. മനുഷ്യ സോഷ്യൽ ആനിമൽ എന്നാണ് അവിടെ പറയുന്നത്. ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് അവിടെ. അപ്പോൾ വ്യക്തിനിഷ്ഠമായ സ്വാർത്ഥതയല്ല, പരാർത്ഥമായ ഒരു സാമൂഹിക അവസ്ഥയാണ് വേണ്ടത് എന്നുള്ളതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഭക്തിയും മോക്ഷവും കാമവും ക്രോധവും അർത്ഥാർജനവും ഒക്കെ. അപ്പം ഈ സദ്വിചാരങ്ങൾ, ഈ സന്മനോഭാവങ്ങൾ, ഈ സാംസ്കാരിക അവസ്ഥകൾ, ഈ മൂല്യസങ്കല്പങ്ങൾ മുഴുവനും സമൂഹത്തിൽ നിന്ന് അകന്നും മുടിഞ്ഞും പോയി കഴിഞ്ഞപ്പോൾ അതിനെ പുനഃസ്ഥാപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭക്തി പ്രസ്ഥാനത്തിലെ കൃതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മാഴ്വാരുടെ പെരുമാൾ തിരുമൊഴി, കുലശേഖര ആഴ്വാരുടെ പെരുമാൾ തിരുമൊഴി, നമ്മാഴ്വാരുടെ തിരുവായ്മൊഴി, മുകുന്ദവാൽ തുടങ്ങിയ ഒരുപാട് കൃതികൾ ഭക്തി സാഹിത്യത്തിലുണ്ടായി. 14-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ കേരളത്തിൽ എടുത്തു പറയുന്ന കൃതികളുണ്ട്. രാമചരിതം, ചീരാമൻ എന്ന കവിയുടെ രാമചരിതം, അത് കഴിഞ്ഞാൽ കണ്ണശപ്പണിക്കരുടെ കണ്ണശ രാമായണം, കണ്ണശ ഭാഗവതം തുടങ്ങിയ കൃതികൾ. അതിനുശേഷം 15-ഉം 16-ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചു നമ്മൾ വിശ്വസിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം, കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, കൈവല്യ നവനീതം, പലരും വിശ്വസിക്കുന്നത് പോലെ മഹാഭാഗവതം, കിളിപ്പാട്ടും. ചിലർ പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ നല്ലൊന്ന്. ഈ കൃതികൾ ഒക്കെ എഴുതിയത് എന്തിനാണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ മൂല്യച്യുതിയെ കണ്ടറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരമായി, അതിനുള്ള സമർത്ഥമായ ചികിത്സയായിട്ട് സ്വീകരിക്കാനായിട്ടാണ് ഈ കൃതികൾ എഴുതിയത്. ഇന്നും അദ്ദേഹം നിരൂപിച്ചെടുത്ത ജീവിത ദർശനമാണ് നമ്മുടെ ചുണ്ടുകളിൽ പരിലസിക്കുന്ന രാമായണത്തിൻ്റെ ഈരടികൾ ഓരോന്നും, രാമായണത്തിൻ്റെ ഓരോ ഗീരികളും ഓരോ വാക്കുകളും അക്ഷരങ്ങളും. രാമരാമ എന്ന് ജപിക്കുമ്പോൾ ഭക്തിയുടെ രസനീയമായ ചാരുത അനുഭവിക്കാൻ കഴിയണം. അദ്ദേഹത്തിന് വശമായിരുന്നു, അത് പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. അതുകൊണ്ട് എഴുത്താശാനാണ് എഴുത്തച്ഛൻ. എഴുത്ത് പഠിപ്പിക്കുകയാണ്. മനസ്സിലുള്ളത് വിരൽത്തുമ്പിൽ വരണം. വിരൽത്തുമ്പിലുള്ളത് വന്നാലേ കർമ്മങ്ങളിലേക്ക് അത് വരൂ. അതുകൊണ്ടാണ് മണൽ കൂട്ടിവെച്ച് മണലിൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതിക്കുന്നത്. ഹരിശ്രീ ഗണപതയെ നമ. ഹരി എന്ന് എഴുതാൻ എത്ര പേർക്കറിയും? ഹരി എന്ന് എഴുതുന്നത് ബ്രഹ്മാണ്ടത്തെ സൂചിപ്പിക്കുന്നതിൻ്റെ സിമ്പലായ ഒരു ചെറിയ പൂജ്യമാണ്, ഒരു വട്ടം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടാകുന്നത് എന്ന അർത്ഥത്തിൽ ചെറിയൊരു വര. അത് കഴിഞ്ഞിട്ട് വേണം ഹ, ര, വള്ളി, ഒരു വിസർഗം. 2 ചെറിയ കുത്തിനാണ് ഒരു വിസർഗം എന്ന് പറയുന്നത്. കേട്ടോ, എത്ര പേരിങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ട്? ഹരിശ്രീ ഗണപതായേ നമ എന്ന് പറയുന്നവരേ ഉള്ളൂ. ഹരി ശ്രീ ഗണപതയേ നമ എന്ന് കൃത്യമായി പറഞ്ഞ് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയണം. ഗണാനാം പതയ ആണ് ഗണപതി, ഗണങ്ങളുടെ പതിയാണ് ഗണപതി. അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേറെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ രാമായണത്തിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ ഒതുങ്ങി വരട്ടെ. ഭക്തിയുടെ ഒരു മഹാപ്രവാഹം ജീവിതാനുഭവങ്ങളെ ക്രിയാത്മകമായി നിലനിർത്തുന്ന ഘടകമായി കണ്ടറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് എഴുത്തച്ഛനും 15-ഉം 16-ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ കീർത്തന സാഹിത്യ കൃതികളായിട്ട് ഇതൊക്കെ എഴുതിയത്. ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരംഭിക്കുന്നത് തന്നെ രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അതിലല്പം ഞാൻ അത് വായിക്കാം, കുറച്ച് ഭാഗം. എല്ലാം അല്പാൽപ്പം വായിച്ചും പറഞ്ഞും പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. രാമായണം അധ്യാത്മരാമായണം ആയതുകൊണ്ട് തന്നെ. ഇടയ്ക്കൊന്ന് പറയാം. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വാഗ്ദേവതയായ സരസ്വതിയെയും വിഘ്നാപഹൻ എന്ന് ഞാൻ പറയില്ല, വിഘ്നാപഹൻ എന്ന് പറയും. വിഘ്നേശ്വരൻ എന്ന് പറയും. വിഘ്നങ്ങൾക്ക് ഒരു ഈശ്വരൻ ആവശ്യമില്ല. നമുക്ക് വിഘ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഈശ്വരൻ ആവശ്യമുണ്ടോ? വിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഈശ്വരൻ ആവശ്യമുള്ളൂ. അതുകൊണ്ട് വിഘ്നാപഹൻ എന്നാണ് പറയാൻ എനിക്കിഷ്ടം. വിഘ്നാപഹനായ ഗണപതിയെയും സരസ്വതിയെയും വാഗ്ദേവതയായ സരസ്വതിയെയും പ്രണമിച്ചതിന് ശേഷം കാവ്യം ആരംഭിക്കുകയാണ്. അത് ഉമാമഹേശ്വര സംവാദ രൂപേണയാണ് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത്. ഉമാമഹേശ്വര സംവാദമാണ്. ഉമ പാർവതിയും മഹേശ്വരൻ ശിവനുമാണെന്ന് അറിയാമല്ലോ. പാർവതി ചോദിക്കുകയാണ്, ആ ചോദ്യത്തിൻ്റെ കാതൽ എന്താണ്?
രാമൻ കരഞ്ഞത് എന്തിനാണെന്നാണ്. കരഞ്ഞത് എന്തിനാണെന്നും ആ കരയാ എന്നുള്ള ഉത്തരം കൂടിയാണ് ഈ രാമായണമായിട്ട് വരുന്നത്. ശിവൻ പറയുന്നത് അങ്ങനെയാണ്. ഉമാമഹേശ്വര സംവാദം ശരിക്കും വായിച്ചു നോക്കിയാൽ അത് ബോധ്യമാവും. എന്താ കാരണം? രാമൻ ആരാ? വെറുതെ കരയേണ്ട ആളാണോ? ദശാവതാരങ്ങളിൽപ്പെട്ട ഒരവതാര ഭാവമാണ് രാമനെങ്കിൽ ആ രാമൻ സീതാപഹരണ വൃത്താന്തം അറിഞ്ഞ് എന്തിനാണ് ദീനദിനം വിലപിച്ചത് എന്നാണ് പാർവതിയുടെ ആ ചോദ്യം. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു കാര്യം, പറയുന്ന കാര്യങ്ങൾ മറന്നു പോകരുതേ ദയവായിട്ട്. ആ കാര്യങ്ങൾ ഇടയ്ക്കല്ലേ ഓർമ്മിക്കേണ്ടി വരും. മനുഷ്യൻ കേവല മനുഷ്യനായിരുന്നു കൊണ്ട് മനുഷ്യജീവിതം നയിച്ചുകൊണ്ട് മനുഷ്യ അതീതത്തെ അഭിമുഖീകരിക്കുന്ന ദിവ്യജന്മമാണ് രാമൻ. ആ രാമൻ കരയുകയാണ്. എന്തിന് കരഞ്ഞു എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല. ആരാണ് ഈ ശിവനും ഈ പാർവതിയും? ശിവൻ ഹിംസാശീലോ സിംഹശബ്ദോ വശിത്വശീലോ ശിവസ്മൃതോ എന്നാണ് ശിവശബ്ദം. ഹിംസാശീലം ഉള്ളത് കൊണ്ട് തിരിച്ചു പറഞ്ഞു നോക്കൂ, സിംഹ എന്ന് വരും. വശിത്വശീലം എന്നുള്ളത് വശി തിരിച്ചു പറഞ്ഞാൽ നമുക്ക് ശിവ എന്ന് വരും. സാക്ഷരനെ ചിലർ രാക്ഷസരാക്കുന്നത് പോലെ. വശിത്വശീലം മംഗളസ്വരൂപമാണ്. ജീവിതത്തിന് നിലനിൽക്കുന്നതിന് അമംഗളങ്ങൾ ആവശ്യമില്ല, മംഗളങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് മംഗളസ്വരൂപിയായിട്ട് ശിവനെ കാണേണ്ടി വരുന്നത്. ശിവം, സത്യം ശിവം സുന്ദരം എന്ന് പറയുമ്പോൾ ആ ശിവാവസ്ഥ ജീവിതത്തിൻ്റെ മംഗളം, ഐശ്വര്യം, ക്ഷേമം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ശിവനും ജീവിതം മുഴുവൻ മംഗളം നൽകാൻ കഴിയുന്ന ശിവനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ലൗകിക ഹിതാനുവർത്തിയായി അവതരിച്ച ഉമയും, ഉമ തപസ്സരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിനാണ് ഉമ എന്ന് പറയും. ഉമാ എന്നാണ്. എന്ന് പറയാൻ തപസ്സെന്നാണ്. മാ അരുതേ, തപസ്സരുതേ. ദേവതാരുപരങ്ങൾക്കിടയിൽ ശിവൻ തപനിഷ്ഠനായിരുന്നിടത്ത് തൊട്ട് താഴെ ഗൗരി ശിഖരത്തിൽ പാർവതി ചൂടും മഴയും തണുപ്പും എല്ലാം സഹിച്ചുകൊണ്ട് ഒരു വലിയ തപസ്സനുഷ്ഠിച്ചു. ഏറെക്കാലം കഴിഞ്ഞിട്ടും ശിവൻ കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കാമദേവനെ അവിടേക്ക് പറഞ്ഞയച്ചു. ഇന്ദ്രാദി ദേവന്മാരെല്ലാവരും കൂടി. അരവിന്ദം അശോകഞ്ച ചൂതഞ്ച നവമാലിക നിരോൽപ്പലഞ്ച പഞ്ചയിതേ പഞ്ചബാണസ്യ സായകം എന്ന 5 പൂവമ്പുകളുള്ള കാമദേവൻ വന്ന് ഈ ദേവദാരു മരങ്ങൾക്കിടയിൽ മറിഞ്ഞു നിന്നുകൊണ്ട് 5 അമ്പൽ, ഒന്ന് കരിമ്പ് വില്ല്, കരിമ്പാണ് അദ്ദേഹത്തിൻ്റെ ഇക്ഷുചാപം എന്നാണ്. കരിമ്പ് വില്ലിൽ ഈ പൂക്കളൊന്നും എടുത്ത് കുലച്ചു. ആ പൂവ് ചെന്ന് ശിവന്റെ നേർക്ക് കൊണ്ടു. ശിവൻ പെട്ടെന്ന് അസ്വസ്ഥത തോന്നി ഉണർന്നു. ചുറ്റിലേക്ക് നോക്കിയപ്പോൾ ദേവദാരു മരങ്ങൾക്കിടയിൽ കാമദേവനെ കണ്ടു. ത്രിനേത്രത്തിൽ നിന്ന് ചിതറിത്തെറിച്ച അഗ്നിച്ചികളികളിൽ കാമദേവൻ ഭസ്മമായി. പിന്നെ ഒട്ടൊന്ന് ശാന്തമായപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ഊമാ തപസ്സരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാർവതി, പർവ്വതരാജപുത്രിയായ ഹിമവൽ പുത്രിയായ പാർവതി. ആ ഉമയും ആ ശിവനുമാണ് ഇവിടെ. ഉമാമഹേശ്വര സംവാദരൂപേണ. സംവാദമാണ്, വെറുതെ വാദിക്കുകയല്ല, സംവാദമാണ്. എന്താണ്? ഒരു സംശയം ചോദിച്ചാൽ സംശയം അറിയാൻ പാകത്തിലുള്ള ചോദ്യങ്ങളാണ്. ചോദ്യകർത്താവ് ഉത്തരം പറയുന്ന ആളെക്കാൾ നിഷ്കർഷയുള്ള ആളായിരിക്കണം. കാരണം അറിയാൻ ആവശ്യമായ ചോദ്യങ്ങളെ ചോദിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ചോദ്യം ചോദിക്കപ്പെടുന്ന ആൾ ആക്ഷേപിക്കപ്പെടരുതെന്നർത്ഥം. ചോദിക്കപ്പെടുന്ന ആളിനെ ആക്ഷേപിക്കുന്ന തരത്തിലാവരുത് ചോദ്യം എന്നാണ് അതിൻ്റെ ഉന്നം. എന്തായാലും അങ്ങനെ സംശയാത്മാ വിനശ്യതി എന്ന് പറയും. സംശയം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ നശിച്ചു പോകും. അതുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചു തന്നെ തീരണം. അത് പാർവതി അതുകൊണ്ടാണ് പരമേശ്വരനോട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഉമാമഹേശ്വര സംവാദത്തിൽ നിന്ന് ഒരു അല്പഭാഗം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ
സർവലോകമായ നാഥ പരമേശ്വര പോറ്റി. സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷാപരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദി ഫലം ദാനധർമാദി ഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി. ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ട്. ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞ് അരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല അതു ചൊൽവാൻ. എങ്ങനെയാണ് ഒരാളോട് ചോദ്യം ചോദിക്കുന്നത്? ഭക്തി ശ്രദ്ധ ബഹുമാനങ്ങളോടെയും താല്പര്യ പരായണത്വത്തോടെയും സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. ശ്രീരാമന്റെ ജന്മപരമായ തത്വം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. രാമന്റെ തത്വം എന്താണ്? കഥാഗതിയിലേക്ക് നമുക്ക് നിറങ്ങിച്ചെല്ലാം. സൂര്യനിൽ നിന്ന് പ്രഭവിച്ച ഒരു വംശം സൂര്യവംശം, ഓർമ്മിക്കുമല്ലോ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. വിവസ്വാന്റെ മകനായി മനു എന്ന രാജർഷി, തുടർന്നുണ്ടായ വംശാവലിയിൽ പ്രധാനി ദശരഥൻ, അജന്റെ ഇന്ദുമതിയുടെ മകനായ ദശരഥൻ, 10 ദിക്കിലേക്ക് രഥം പായിക്കാൻ കഴിവുള്ളവൻ, സൂര്യവംശത്തിലെ അതിശക്തനായ രാജാവ്, പ്രജാക്ഷേമൈക നിരതൻ, പ്രജാവത്സലൻ, ധീരൻ, ശൂരൻ, വീരൻ, പരാക്രമൻ ഒക്കെ പറയാം. 300ഓളം ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്തഃപുരത്തിൽ. ഭാര്യാത്വം നിഷിദ്ധമായിരുന്നില്ല. പോളിഗാമി എന്ന് പറയും. ഭാര്യാത്വത്തിന് താല്പര്യമുള്ളവർക്കൊക്കെ ആവാം. അത് വേണം എന്നുള്ള നിഷ്കർഷം ഉണ്ടായിരുന്നില്ല. രാജാവ് എന്നുള്ള നിലയിൽ സപത്നികൾ എന്ന് വിളിക്കുന്ന 3 പേരുണ്ട്. അതിൽ ആദ്യത്തേത് കൗസല്യ, പിന്നെ കൈകേയി, കേകയ രാജപുത്രിയായ കൈകേയി, 3ാമത് സുമിത്ര. 3 ഭാര്യമാരാണ് പ്രധാനികൾ. ഈ 300ഓളം ഭാര്യമാരിലുള്ളത് ഏതോ ഒരു ഭാര്യയിൽ ആദ്യം ഒരു മകളുണ്ടായി, ശാന്ത. അത് കൗസല്യയുടെയും കൈകേയിയുടെയും സുമിത്രയൊന്നും മകളല്ലെന്നാണ്. അങ്ങനെ ഉണ്ടായ ശാന്ത മകളെന്നുള്ള നിലയിൽ രാജധാനിയിൽ തന്നെ വളർന്നു വന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, പുരുഷൻ മരിച്ചു ചെന്നാൽ അയാളുടെ ആത്മാവിന് മോചനം കൊടുക്കണമെങ്കിൽ മൂത്തതും മകനായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അയാളെ പുത്രൻ എന്ന് വിളിക്കുന്നത്. 28 നരകങ്ങളുണ്ടെന്നാണ്. രൗരവം, മഹാരൗരവം തുടങ്ങിയുള്ള 28 നരകങ്ങളുണ്ട്. മരിച്ചാൽ പുണ്യാത്മാവായ ആളുകളല്ലെങ്കിൽ, പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നരകങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ ചെന്നുവിടും. അങ്ങനെ ചെന്നുപോയാൽ ഈ പിത്രാത്മാവിന്, ഈ പിതാവിൻ്റെ ആത്മാവിന് മോചനം കൊടുക്കണം. ആ നരകത്തിൻ്റെ പേര് പുത് എന്നാണ്. പുന്നാമ നരകത്രായതേതി പുത്ര.
പുത് എന്ന് പേരുള്ള നരകത്തിൽ നിന്ന് ഈ പിതാവിന് മോചനം കൊടുക്കുന്നവൻ ആരാണോ അയാളാണ് പുത്രൻ. അതുകൊണ്ട് തന്നെ പുത്രിക്ക് മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനുള്ള വിധിയില്ല. ശ്രാദ്ധാദി കർമ്മങ്ങളോ ബലികളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ മകൻ തന്നെ വേണമെന്നാണ്. ഇനി മകൻ ഇല്ലാത്തവർ ഇപ്പോഴങ്ങനെയൊന്നും നോക്കുന്നില്ല. എല്ലാവരും പെൺമക്കളൊക്കെ പോകാറുണ്ട്. തിരുനെല്ലിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ബലികർമ്മങ്ങളും മറ്റൊക്കെ ചെയ്യാറുണ്ട്. പഴയ കാലത്തിൽ ഉള്ള സമ്പ്രദായം അനുസരിച്ച് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ മൂത്തത് മകനല്ലെങ്കിൽ അയാളുടെ ജന്മം പുണ്യമുള്ളതല്ലെന്നാണ്. ജന്മസാഫല്യം ഉണ്ടാകണമെങ്കിൽ, ജന്മപുണ്യമാർജിച്ച ആത്മാവായിട്ട് തന്നെ തീരണമെങ്കിൽ അയാളുടെ മൂത്ത സന്താനം ആൺകുട്ടിയായിരിക്കണം എന്നാണ്, പുത്രനായിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ ആ ആള് പുണ്യം ചെയ്ത ആളല്ലെന്നാണ്. മുജ്ജന്മത്തിലുള്ള പാപങ്ങളുടെയും പാപങ്ങളുടെയും പരിണതഫലമായിട്ട് ഇനിയുള്ള ജന്മങ്ങളിൽ അത് അനുഭവിക്കണമെന്നാണ്. ജന്മജന്മാന്തരങ്ങളെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പുത്രിയെ രഹസ്യമായിട്ടാണ് വളർത്തിയത് ശാന്ത. സുമന്ത്രാദികളായ 8 മന്ത്രിമാരെയും വിളിച്ച് ദശരഥൻ ചോദിച്ചു വസിഷ്ഠനോട്. കുലഗുരുവാണ് വസിഷ്ഠൻ. എല്ലായ്പ്പോഴും അങ്ങനെ, എല്ലാ രാജവംശങ്ങളിലും ഒരു കുലഗുരു ഉണ്ടായിരിക്കും. ആരെയാണ് ഈ ഗുരു എന്ന് പറയുക? ഇപ്പോൾ ഗുരുപൂർണിമ ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഗുരുപൂർണിമ കഴിഞ്ഞതേ ഉള്ളൂ. ഗുരു എന്ന് ഗുശബ്ദം അന്ധകാരസ്യാത് രുശബ്ദം തൻ നിരോധകം അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയതേ എന്നാണ് ഗുരു. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്നർത്ഥം. ഗു എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ കണ്ണാടി നോക്കിയാൽ മതി. ഗു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഷ്ടാസനങ്ങൾക്ക് അകത്തോടൊരു ഗുഹ പോലെയാണ്, ഇരുട്ടവിടെ. ഗുശബ്ദം അന്ധകാരസ്യാത് രുശബ്ദം തൻ നിരോധകം, അതിന് നിരോധിക്കാൻ വേണ്ടിയാണ് രു എന്നുള്ള അക്ഷരം ഉപയോഗപ്പെടുന്നത്. അങ്ങനെ അന്ധകാരം നിരോധിത്വാത്, അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിനുണ്ട്. ഈ അന്ധകാരം എന്ന് പറയുന്നത് എന്താണ്? അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ എന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നതിന് ഗുരു ഇതി അഭിധീയത ഉപയോഗിക്കുന്ന 2 അക്ഷരത്തെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഗുരു സർവശാസ്ത്ര പാരംഗതനായിരിക്കണം എന്നാണ്. വെറുതെ എന്തെങ്കിലും ഒന്ന് പഠിച്ച്, ഇപ്പോൾ ഫിസിക്സ് പഠിച്ചു ഫിസിക്സ് അധ്യാപകനായി, മലയാളം പഠിച്ചു മലയാളം അധ്യാപകനായി, ഇംഗ്ലീഷ് പഠിച്ചു ഇംഗ്ലീഷ് അധ്യാപകനായി, ചരിത്രം പഠിച്ചു ആ അധ്യാപകനായി, അങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ചു ആ അധ്യാപകനോ അധ്യാപികയോ ആയി. അതേ ഉള്ളൂ. അങ്ങനെയല്ല. നമ്മളാണ് ഈ ബ്രാഞ്ച് തിരിക്കുന്നത്. വിജ്ഞാനം ഒന്നേ ഉള്ളൂ, അറിവ് ഒന്നേ ഉള്ളൂ. അതിന് നമ്മളാണ് പല ശാഖോപശാഖകൾ ഉണ്ടാക്കി അതിന് വ്യത്യസ്തങ്ങളായ ബിരുദങ്ങൾ വെച്ചിട്ട് MA എന്നും MSc എന്നും MCom എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഗ്രി വെച്ചിരിക്കുകയാണ്. പരമാർത്ഥത്തിൽ ഒരൊറ്റ ജ്ഞാനമേ ഉള്ളൂ അറിവെന്ന് പറയുന്നത്. അതിനെ പ്രാചീന 2ആയിട്ട് വെച്ചു. ഒന്ന് ഭൗതിക ജ്ഞാനം, ഒന്ന് ആധ്യാത്മിക ജ്ഞാനം എന്ന് വെച്ചു. ആ 2 ഘടന ഉണ്ട്. ബാക്കിയൊന്നും എല്ലാം ഒന്നിച്ചു കിടക്കുക. അങ്ങനെയുള്ള അറിവിൻ്റെ തികവാർന്ന ഭാവമാണ് ഗുരു എന്നാണ്. വസിഷ്ഠൻ അങ്ങനെയാണ്. ഈ രാമായണം കൂടാതെ യോഗവാസിഷ്ഠം എന്നൊരു കൃതിയുണ്ട്. ആ യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് രാമനോടുള്ള ഉപദേശങ്ങളാണ്. രാമന്റെ സംശയങ്ങളും മറ്റു കാര്യങ്ങൾ. യോഗവാസിഷ്ഠം വളരെ പ്രസിദ്ധമായ ഒരു കൃതി കൂടിയാണ്. അത് ചിലർ നമ്മുടെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനോട് ചേർത്ത് പഠിക്കാറുണ്ട്, വായിക്കാറുണ്ട്. അധ്യാത്മരാമായണം മൂലത്തോടും ചേർത്ത് വെച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ 2 രീതിയിലും അത് കണക്കാക്കി പഠിക്കാറ്. യോഗവാസിഷ്ടവും കൂടി ഇതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. എങ്കിലും അത് ഏറ്റവും നല്ലത് ഉപ്പിലിട്ടതും പോലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേക്ക് വീണ്ടും. അപ്പോൾ ഇങ്ങനെ ശാന്ത എന്ന് പറയുന്ന മകളെ രഹസ്യമായി വളർത്തി. അങ്ങനെ തനിക്ക് മകനുണ്ടാകണമെന്നുള്ള ശക്തമായ അഭിവാഞ്ച, ആഗ്രഹം കൂടുതൽ ശക്തമായപ്പോൾ ഈ 8 മന്ത്രിമാരെയും വിളിച്ച്, ഈ വസിഷ്ഠാചാര്യരെയും വിളിച്ച് അന്വേഷിച്ചു. എന്താണ് ഇനി മാർഗം? എനിക്ക് മകനുണ്ടാകാൻ എന്താണ് ചെയ്യുക? അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ മകളായ ശാന്തയെ അംഗരാജ്യത്തിൻ്റെ അധിപതിയായ ലോമപാദനാണ് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. ലോമപാദനെ മകളായിട്ട് വളർത്താനാണ് കൊടുത്തത്. അദ്ദേഹം ആ ശാന്തയെ ഋഷിശൃംഗൻ എന്ന് പറയുന്നൊരു മുനിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയുണ്ടായി. ആ വിഭണ്ഡക മഹർഷിയുടെ മകനായ വൈഭണ്ഡകൻ, അതാണ് ഋഷിശൃംഗൻ. ആ ഋഷിശൃംഗനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു യാഗം നടത്തുക, പുത്രകാമത്തിന് വേണ്ടിയുള്ള ഒരു യഷ്ടി നടത്തുക, യാഗം. എല്ലാവരും പുത്രകാമേഷ്ടി യാഗം എന്ന് പറയും. അതൊന്ന് പദം തിരിച്ച് നോക്കി അപ്പോഴറിയാം. നോക്കൂ, പുത്രകാമ പ്ലസ് ഇഷ്ടി
പുത്രകാമേഷ്ടി. ഇഷ്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം യാഗം എന്നാണ്. അപ്പോൾ പുത്രകാമേഷ്ടി യാഗം എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ, ഈ 2 യാഗം വന്നില്ലേ? എങ്കിലും എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് സഹിക്കാം. അപ്പോൾ പുത്രകാമേഷ്ടി നടത്തണം എന്നായി അതിനാളുകളെ വിട്ടു. ഈ വൈഭണ്ഡകൻ ഋഷശൃംഗൻ വന്നു, യാഗം നടത്തി. ആ യാഗാഗ്നിയിൽ അഗ്നിദേവൻ ഒരു പാത്രം പായസവുമായി വന്നു. ദിവ്യമായ ഒരു ഔഷധം. ഇന്നും ധാരാളം ഔഷധം നമുക്കുണ്ടല്ലോ. ആയുർവേദത്തിലും മറ്റുമൊക്കെ ഒരുപാട് ഔഷധങ്ങളുണ്ട്. ആയുർവേദത്തിൽ ചക്രദത്തം എന്നൊരു കൃതിക്കകത്ത് വാചീകരണ വിധി വളരെ വിശാലമായി പറയുന്നുണ്ട്. BAMS പഠിക്കുന്ന ആളുകൾക്ക് ഇത് പഠിക്കാനുണ്ട്. എങ്ങനെ സന്താനം ഉണ്ടാകുന്നതിനും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള വിധി ധാരാളമായിട്ടുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ ധാരാളമായി കൃതികളുണ്ട്, ഇതിനെക്കുറിച്ചുള്ള കൃതികൾ. ആധുനിക ഭൈഷജ്യ രത്നാവലി എന്ന കൃതിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് പഠിപ്പിച്ചൊരു പുസ്തകമാണ് BAMSന്. അതിനകത്തും ഇതേക്കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട്. അതായത് അനപത്യത എന്ന് പറയും. അത് ഇന്നും ഇന്നലെയുള്ള കാര്യമൊന്നുമല്ല. അനപത്യത ദുഃഖം, സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളും. അതാണ് നിദാനം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ ചികിത്സ ആവശ്യമുള്ളൂ. കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടേ ചികിത്സ ആവശ്യമുള്ളൂ. നിദാനം കാരണമാണ്. അപ്പോൾ രോഗനിദാനവും അതിൻ്റെ ചികിത്സയും. ആ ചികിത്സയ്ക്കുള്ള ഒരു ഔഷധമായിട്ടാണ് ഇവിടെ ഈ പായസം വന്നത്. അത് കിട്ടിയ പാടെ ദശരഥന് നൽകുന്നു. അദ്ദേഹം അത് 2ആയിട്ട് ഭാഗിച്ച് പ്രധാന ഭാര്യമാരായ 2 പേർക്കും, ഒന്ന് സപത്നിയായ കൗസല്യയ്ക്കും തൊട്ടടുത്ത് അതീവ സുന്ദരിയായ കൈകേയിക്കുമായി കൊടുത്തപ്പോൾ 3ാമത് സുമിത്രയ്ക്കൊന്നും കിട്ടാനില്ല. 2 പേരും അതിൽ നിന്ന് അല്പഭാഗം മുറിച്ച്, അത് പകുതി കൊടുത്തു എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ യുക്തി അനുസരിച്ചാണെങ്കിൽ പകുതി കൊടുത്തു എന്ന് പറയാനാവില്ല. ഒരു അല്പഭാഗം, ഒരു കോൺ മുറിച്ച് കൊടുത്തപ്പോൾ 3 തുല്യ ഭാഗമായി. അചിരേണ ഈ 3 സ്ത്രീകളും ഗർഭവതികളായി. 280 ദിവസം ഗർഭാശയത്തിൽ ശയിക്കണമല്ലോ ഒരു പ്രജ. അതിനുശേഷമല്ലേ പൂർണ്ണ പ്രസവം വരുന്നുള്ളൂ. അപ്പം അങ്ങനെ 2 മക്കൾ 2 പേർക്കും ഉണ്ടായി. കൗസല്യയ്ക്കും കൈകേയിക്കും. 3ാമത്തെ സ്ത്രീയും പ്രസവിച്ചു. പക്ഷേ അത് ഇരട്ടകളായിരുന്നു 2 പേര്. അവരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. മൂത്തത് രാമൻ, 2ാമത്തേത് ഭരതൻ. നല്ലപോലെ ഭരണസാരഥ്യം കൈകാളാൻ കഴിയും എന്ന അർത്ഥത്തിലാണ് വസിഷ്ഠൻ ഭരതൻ എന്ന് പേർ കൊടുത്തത്. എന്നാൽ ഭരിക്കാനുള്ള ഭാഗ്യമില്ലാത്തവരും കൂടിയാണെന്നും അവിടെ ആ പേരിൽ തന്നെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് രാമന്റെ വനവാസകാലത്ത് ഭരതൻ വെളിയിലിരുന്ന് ഭരിക്കേണ്ടി വന്നത്. രാമപാദങ്ങൾ പൂജിച്ചുകൊണ്ട് അയോധ്യയ്ക്ക് വെളിയിലിരുന്ന് ഭരിക്കുക ചെയ്ത്. അപ്പോൾ നന്നായിട്ട് ഭരിച്ചു. പക്ഷേ രാജാവാകാനുള്ള യോഗ്യത ഇല്ലാതെ പോവുകയും ചെയ്തു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് വിധി എന്ന് പറയുന്നൊരു കാര്യമാണ്. വിധി ലിഖിതമബിലല്ലാടെ പ്രോച്ഛിതം കസമർത്ഥ എന്ന് പറയും. തലയിൽ എഴുതിനെ തിരുത്തെഴുതാൻ ആർക്കാണ് കഴിയുന്നത്? ഭാഗ്യത്തെക്കുറിച്ച് ആളുകൾ പറയും, മന്ദഭാഗ്യന്മാരാണെന്ന് പറഞ്ഞിട്ട്, എനിക്കങ്ങനെ വലിയ ഭാഗ്യമൊന്നുമില്ല, ഞാൻ മഹാഭാഗ്യദോഷിയാണ് എന്ന് പറയും. നമ്മൾ പ്രമാണമുണ്ട്. യത്രയാന്തി മന്ദഭാഗ്യ വിഭവാഹ തത്രേവ യാന്തി ആപദ എന്ന് പറയും. മന്ദഭാഗ്യന്മാർ എവിടെ ചെന്നാലും അയാളെ മന്ദഭാഗ്യം മാത്രമേ അനുഗമിക്കുകയുള്ളൂ എന്നാണ്. എന്തായാലും ഇവിടെ രാമൻ ജനിച്ചു, ഭരതൻ ജനിച്ചു, ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിച്ചു. അതിൽ കൈകേയി കൊടുത്ത പായസത്തിന്റെ ഭാഗമായി ജനിച്ച ആളാണ് ശത്രുഘ്നൻ. രാമനായി തീർന്ന പായസത്തിന്റെ ഭാഗം ഉപയോഗിച്ചതിൽ നിന്ന് സുമിത്രയ്ക്കുണ്ടായ മകനാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരെന്നും ഭരത ശത്രുഘ്നന്മാരെന്നും ഉള്ള നിലയിലാണ് ഈ സഹോദരന്മാരെ പരിഗണിക്കുന്നത്. ആ പരിഗണനയിലാണ് അവർ അയോധ്യയിൽ അങ്ങനെ വളർന്നു വരുന്നതും. ഇതാണ് അതിൻ്റെ പ്രാരംഭമായി പറയുന്നത്. അതിലാണ് ഈ രാമൻ അതിശക്തനായ ഒരാളായിട്ട് ചെറുപ്പത്തിൽ തന്നെ വളർന്നു വരികയാണ്. അത് വൈഷ്ണവ തേജസ്സോടുകൂടിയാണ് ജനിക്കുന്നത്. വിഷ്ണു അംശം പൂർണ്ണമായി രാമനിലും, ശംഖചക്ര ഗജാദികളായ അവസ്ഥകൾ മറ്റ് ജന്മങ്ങളായിട്ടും വരുന്നതായിട്ട് കാണുന്നത്. അത് പൂർണ്ണ ജന്മമായിട്ട് പറയണമെങ്കിൽ ഈ 4 പേരെ ഒരുമിച്ച് കാണണം. എങ്കിലേ വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായി കണക്കാക്കുകയുള്ളൂ. വിഷ്ണു എന്ന വ്യാപനനാണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എന്ന അർത്ഥത്തിൽ സ്ഥിതി
കാരകനാണ് വിഷ്ണു. സൃഷ്ടികാരകൻ ബ്രഹ്മാവും സ്ഥിതികാരകൻ വിഷ്ണുവും സംഹാരകാരകൻ ശിവനും എന്ന അർത്ഥത്തിൽ പ്രാമാണ്യമേറെയുള്ളത്, ഈ രണ്ടുപേരെക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളത് വിഷ്ണുവിനാണ്. ആർക്കും സാധിക്കാത്ത കാര്യങ്ങളെല്ലാം ഒടുവിൽ സാധിക്കുന്നത് വിഷ്ണുവാണ്, വിഷ്ണുവിൽ എത്തിച്ചേരുകയാണ്. നമ്മുടെ വൈഷ്ണവ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആശയം നമ്മുടെ സംസ്കാരത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കടന്നുകൂടിയത്. ശൈവ മതമെന്നും വൈഷ്ണവ മതമെന്നും ശാക്തേയ മതമെന്നും 3 തരത്തിലുള്ള മതസങ്കല്പങ്ങൾ നമുക്കുണ്ട്. ശൈവം, വൈഷ്ണവം, ശാക്തേയം. ആ ശൈവ ആഗമങ്ങളാണ് ഭാരതീയ ചരിത്രത്തിൽ സംസ്കൃതത്തിൽ ആദ്യം കാണുന്നത്. അതിനുശേഷമാണ് വൈഷ്ണവത്വം വരുന്നത്. ശിവൻ ശൈവത്വത്തെ കൂടി വൈഷ്ണവത്വം ഉൾക്കൊണ്ടു, അതുപോലെ ശാക്തേയത്വത്തെ കൂടി വൈഷ്ണവത്വം ഉൾക്കൊണ്ടു. അപ്പോൾ മറ്റു രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് വൈഷ്ണവ സങ്കല്പം ഭാരതത്തിൽ രൂപപ്പെടുന്നത്. അത് അടിയുറച്ച ഒരു ആരാധനാ രീതിയായി മാറുകയും ചെയ്തു. 3 തരത്തിലുള്ള ആരാധന നമുക്കുള്ളൂ. ഒന്ന് ശൈവാരാധന, 2 വൈഷ്ണവാരാധന, 3 ശാക്തേയ ആരാധന. ഈ 3 കഴിഞ്ഞാൽ ബാക്കി ഉപദേവതകളാണ്. ഇപ്പോൾ ഹനുമാൻ ചാലീസ ചൊല്ലിയിട്ട് ഹനുമാനെ ഉപാസിക്കുന്നു. ഹനുമാൻ വെറും ഭക്തൻ മാത്രമാണ്. ഇപ്പം മുരുകൻ, സുബ്രഹ്മണ്യൻ, അല്ലേ, അതാണല്ലോ മുരുകൻ. ഗണപതി, പിന്നെ ദുർഗ, പിന്നെ പാർവതി, മഹാലക്ഷ്മി, സരസ്വതി, ഇങ്ങനെ എത്രയോ ദേവീഭാവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ശാക്തേയ വിഭാഗത്തിൽ ഒരുപാട് ദേവിമാരുണ്ട്. ഇതെല്ലാം കൂടെ ഒരൊറ്റ ദേവിയാണ്, ഒരേ ദേവിയുടെ വ്യത്യസ്തങ്ങളായ അംശമാണ്. അപ്പോൾ ഈശ്വരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകമാണോ എന്ന് പറയും. എങ്ങനെയാണ്? ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയും. ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. ആകാശത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളം എങ്ങനെ? സൂര്യതാപമേറ്റ് മേഘമായി ഉയർന്ന് മഴയായി പെയ്ത് താഴ്വരകളിലൂടെ ഒഴുകി നദിയായി പരിണമിച്ച് അത് നേരെ സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ആകാശത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളം അചിരേണ ഒഴുകി ഒഴുകി സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ സർവദേവ നമസ്കാരം, ഏത് ദേവതയെ ഭജിച്ചാലും ഏത് ദേവനെ ഭജിച്ചാലും ആ ആരാധനയെല്ലാം ഒരേ ഒരു ദൈവസങ്കല്പത്തിൽ എത്തിച്ചേരും, ഒരേ ഒരു ദേവതാ സങ്കല്പത്തിൽ എത്തിച്ചേരും. അത് വിഷ്ണുവെങ്കിൽ വിഷ്ണു, ശിവനെങ്കിൽ ശിവൻ, ദേവിയെങ്കിൽ ദേവി, ഒരേ വിഷ്ണുവിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ ബഹുദൈവ ആരാധനയിലൂടെ ഏകദൈവ ആരാധനയിലേക്ക് എത്തിച്ചേരുന്ന സമന്വയത്തിൻ്റെ ഒരു ആരാധനാക്രമമാണ് ഭാരത സംസ്കൃതിയിലെ പ്രധാനമായ ഒരു അംശമെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള വിഷ്ണുവിൻ്റെ അംശമാണ് രാമൻ എന്ന് പറഞ്ഞത്. ഈ രാമനെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു. രമന്തേ യോഗിനോരന്തേ സദാനന്ദേ ചിദാത്മനി. ചിത്തായ ആത്മാവിൽ, ഈ ചിത്തം എന്ന് പറഞ്ഞ ചിത്തം, അഹങ്കാരം, ബുദ്ധി, ഇത് 3 കൂടെ ചേരുന്നതാണ് ശരിയായ മനസ്സായിട്ട് വരുന്നത്. ചിത്തം, അഹങ്കാരം, ബുദ്ധി. ചിത്തം എന്ന് പറഞ്ഞാൽ ചേതതി, നാം തോന്നിപ്പിക്കുന്ന എന്തോ, അതാണ് ചേതസ്. നമുക്ക് തോന്നുകയാണ്, തോന്നുന്ന ഭാവമാണ്. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ എന്നായിരുന്നു നാമകീർത്തനം. അപ്പോൾ ആ അവസ്ഥ ചേതതി, ചേതസ്. ചിത്തം, അഹങ്കാരം, ഞാനുണ്ട്, ഞാനാണ് എന്നുള്ള ഭാവം, എൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് എൻ്റെ തിരിച്ചറിവെന്ന അർത്ഥം. ബുദ്ധി, എന്താണോ ചെയ്യാനായിട്ടുള്ളത് അത് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ. കർമാനുസാരിണി ധീഹി ബുദ്ധി എന്ന് പറയും. അങ്ങനെ 3 കൂടെ ചേരുകയാണ്. അപ്പോൾ സത്തായ ചിത്തിൽ നല്ല മനസ്സിലായി, സത്തായ ചിത്തായിരിക്കണം, സദവസ്ഥയിലുള്ള ചിത്തമായിരിക്കണം, ആ സദ്ഭാവമായിരിക്കണം അതിനുള്ളത്. അതിൽ ആനന്ദം ജനിപ്പിക്കുന്ന സദാനന്ദം, സത്തായ ആനന്ദം ജനിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ. ഈ ആനന്ദം എന്ന് പറയുന്നത് വെറും സന്തോഷമല്ല. നമുക്ക് വഴി കിടന്നൊരു 500 രൂപ കളഞ്ഞു കിട്ടിയാൽ അയ്യോ എനിക്ക് 500 രൂപ കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കും. ആ സന്തോഷമല്ല ഇവിടെ പറയുന്ന ആനന്ദം. കാര്യകാരണങ്ങൾക്ക് അതീതമായിരിക്കുന്ന മനസ്സിൻ്റെ സംതൃപ്തി ഉണർത്തുന്ന ഭാവത്തെയാണ് അവിടെ ആനന്ദമായിട്ട് മനസ്സിലാക്കേണ്ടത്, വെറും സന്തോഷമല്ലത്. ലൗകിക ഹിതങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ സന്തോഷമെന്ന് വിളിക്കും. അതല്ല ശരിയായ സന്തോഷം എന്ന് പറയുന്നത്. കാര്യകാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നിർദ്ധരിക്കാൻ കഴിയാതിരിക്കുന്ന, വ്യാഖ്യാനിക്കാൻ കഴിയാതിരിക്കുന്ന ഒന്നുണ്ടത്. എന്തുകൊണ്ട് എന്ന് ഉത്തരമില്ലാതിരിക്കുന്നുണ്ടെങ്കിലും ആനന്ദം അനുഭവിക്കാൻ കഴിയുക, ആ അവസ്ഥയുണ്ട്. അതാണ് ശരിയായ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്തായ ചിത്തിൽ മാത്രമേ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ആനന്ദം ഉള്ള ഈ വാക്കിന്, രാമശബ്ദത്തിന് പരമാത്മാവ് എന്നർത്ഥമാണ്. പരമാത്മാവ് ഈശ്വരനാണ്.
ആത്മാവ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? ആത്മാവെന്ന് എല്ലാവരും പറയും. ആത്മാവെന്ന വാക്ക് 3 കൊച്ചു അക്ഷരങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത്, അൻ, വ, ഇങ്ങനെ 3 ശബ്ദങ്ങളിൽ നിന്നാണ് ആത്മാവ് എന്ന വാക്കുണ്ടാവുന്നത്. അത്, അൻ, വ എന്ന് പറഞ്ഞാൽ പ്രവർത്തനോന്മുഖമായ ജൈവസത്ത എന്നാണ്. ആ ആത്മാവിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയും, നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലയതയന്തി ആവോ ന ശോഷയത്തി മാരുത എന്ന് പറയും ആത്മാവിനെ കുറിച്ച്. ഈ ആത്മാവിനെ മുറിപ്പെടുത്താൻ കഴിയില്ല. ഏതെങ്കിലും ആയുധങ്ങൾ കൊണ്ടൊന്ന് വെട്ടിമുറിക്കാമെന്ന് വെച്ചാൽ സാധ്യമല്ല. നൈനം ന ഏനം ഛിന്ദന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങളെ കൊണ്ട്, ശസ്ത്രം എന്ന് പറഞ്ഞാൽ 2 വശത്തും വായുത്തലുള്ള കത്തി എന്നാണ്. അതാ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്. 2 വശത്തും വായുത്തലുള്ള കത്തിക്ക് ശസ്ത്രം എന്ന് വിളിക്കും. അതുകൊണ്ട് ആ വാക്കിനാണ് ശസ്ത്രക്രിയ എന്ന് വരുന്നത്. അപ്പോൾ ശസ്ത്രാണി, ആയുധങ്ങളെ കൊണ്ട് മുറിപ്പെടുത്താൻ കഴിയുന്നതല്ല ഈ ആത്മാവിനെ. നൈനം ചിന്തന്ത് ശസ്ത്രാണി നൈനം ദഹതി പാവക, അഗ്നി ഇതിനെ കത്തിച്ചു കളയാമെന്ന് വെച്ചാൽ അതും സാധ്യമല്ല. ആത്മാവിനെ കത്തിക്കാൻ ഒക്കെയല്ല, ദേഹത്തെ മാത്രമേ കത്തിക്കാൻ പറ്റൂ. പഞ്ചഭൂതാത്മകമായി ശരീരത്തെ മാത്രമേ കത്തിക്കാൻ പറ്റൂ. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന 5 ഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ശരീരം, ആ ശരീരം എന്ന വാക്ക് ശീര്യ എന്ന ധാതുവിൽ നിന്നാണ് ശരീരം എന്ന വാക്കുണ്ടാകുന്നത്. ചിതലെടുക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ നശിപ്പിച്ച് കളയാം, ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്തി ആപോ. ആപഹ എന്ന് പറയും വെള്ളം. വെള്ളത്തിനകത്ത് തന്നെ വിലയിപ്പിക്കാനും കഴിയില്ല ഈ ആത്മാവിനെ. ന ശോഷയതി മാരുത, പിന്നെ വായുവിൻ്റെ സമ്പർക്കം കൊണ്ട് ഇതിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ, ബാഷ്പീഭവിപ്പിക്കാൻ അതും കഴിയില്ല. അങ്ങനെ ഒന്നാണ് ഈ ആത്മാവ്. ആ ആത്മാവിൻ്റെ പരമമായ അവസ്ഥയ്ക്ക് പരമാത്മാവ് എന്ന് വിളിക്കും. അതാണ് ഈശ്വരൻ. പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാക്കളായ നമ്മുടെ എല്ലാ ഉത്ഭവം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞത്. ഈ പരമാത്മാവിൽ നിന്ന് ആണ് ഇവിടെ ഈ പരമാത്മാവ് എന്നാണ് വാക്കിന്റെ അർത്ഥം. രമന്തേ യോഗിനോരന്തേ സദാനന്ദേ ചിദാത്മനി ഇത് രാമപദേനാസോ പരമാത്മാഭിധീയതേ, പരമാത്മാവ് എന്ന് വിളിക്കുന്നു. ആ പരമാത്മാവ് എന്ന ഈ വാക്കിൽ നിന്നാണ് ഈ രാമശബ്ദം ഉണ്ടാകുന്നത്. അതാണ് എന്താണ് പിന്നെ പരമാത്മാഭിധീയതേ രാശബ്ദോച്ചാര മാത്രേണ. രാ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ തന്നെ നിര്യന്തി പാതകാഹ, പാതകങ്ങളില്ലാതാവുന്നു. പുനഃപ്രവേശം ഭീത്യാദവും, വീണ്ടും ഈ പാപകർമ്മങ്ങൾ നമ്മുടെ സ്വഭാവ അംശങ്ങളിൽ കടന്നു കയറുന്നുള്ള ഭീതി കൊണ്ട് മാക്ക് അവാടവുമായി ഭവിക്കുന്നു എന്നാണ് ഈ വാക്ക്. ഇത് രാമനിൽ എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്? മറ്റുള്ളവർക്ക് ഹിതമായി സംസാരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുക എന്നിങ്ങനെ ഈ പരഹിതം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് ജീവിതം മുഴുവനും. അങ്ങനൊരു ജന്മം ലോകത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ധർമ്മസങ്കല്പത്തിൻ്റെ സങ്കേതം രാമനല്ലാതെ വേറൊരാളിലും കാണുന്നില്ല. നമ്മൾ കൃഷ്ണനിലത് കാണുന്നില്ല, മറ്റേതെങ്കിലും അവതാരങ്ങളിൽ നമ്മൾ കാണുന്നില്ല. മത്സ്യകൂർമ്മ, വരാഹഞ്ച, നരസിംഹഞ്ച, വാമന, രാമ എന്ന് പറയുമല്ലോ. അപ്പം അങ്ങനെ രാമൻ എന്ന് പറയുന്ന പരശുരാമനുമുണ്ട്, ശ്രീരാമനുമുണ്ട്, ബലരാമനുമുണ്ട്, അല്ലേ? 3 രാമന്മാരുണ്ട്. ഇവരിൽ ആരിലും നമ്മൾ ഈ ദാശരഥിയായ രാമനിൽ കാണുന്നത് പോലെയുള്ള വൈശിഷ്ട്യം കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരിക്കലും പ്രസാദം വിട്ടുമാറിയിരുന്നില്ല. സാദം പ്രസാദം 2ആണ്. ദുഃഖം വരുമ്പോൾ നമ്മുടെ മുഖം സാദപൂർണമാണ്, ക്ഷീണിതമാണ്, പാരവശ്യമുള്ളതായി മാറുകയാണ്, പരിക്ഷീണമായി മാറുകയാണ്. അങ്ങനെയൊന്നില്ല. ലൗകികഹിതങ്ങളെക്കുറിച്ചും അഹിതങ്ങളെക്കുറിച്ചും ഒരു പ്രത്യേക ബോധ്യമില്ലാത്ത ആളുകൾക്ക് ദുഃഖം ഒരിക്കലും ഉണ്ടാവില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നുള്ള നിലയിൽ ഈ മനസ്സിൻ്റെ അഭാവമാണ് മുഖത്തിൽ പ്രതിഫലിക്കുക. പ്രസാദം വദനത്തിങ്കൽ. രാമൻ എപ്പോഴും മുഖത്ത് പ്രസാദം ഉണ്ടായിരുന്നു. പ്രസാദം കാരുണ്യം ദർശനത്തിലും മറ്റാളുകളെ നോക്കുന്നത് കാരുണ്യ വാത്സല്യമായ കഷായമായ കണ്ണലാണ്. കാരുണ്യ വാത്സല്യ കഷായമാണ്. വള്ളത്തോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാരുണ്യ വാത്സല്യ കഷായം എന്ന കൂടിച്ചേർന്നതെന്നാണ്. കാരുണ്യവും വാത്സല്യവും ഉറന്നൊഴുകുന്ന മസ്രണമായ ഒരു മനോഭാവമാണ് ആ കണ്ണുകളിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് വ്യാപിച്ചത്. തനിക്ക് വാത്സല്യം നൽകേണ്ട ആളുകളെ ഉള്ളൂ ചുറ്റുപാടുകളിൽ എല്ലാം എന്ന് വിചാരിക്കുക. ആ ഒരവസ്ഥയിലേക്ക് ഒതുങ്ങി നിൽക്കുക ആർക്ക് കഴിയുന്ന കാര്യമാണ്? ദേഷ്യം വരാത്തവരുണ്ടോ? എന്ന് മാത്രമോ, രാമന് വാക്കില്ല ഒന്നിലധികം. ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞാൽ അത് മറ്റാളുകൾ ദോഷമായാലും ഗുണമായാലും ചെയ്യുക എന്നുള്ളതാണ്. പറയുന്നത് പ്രവർത്തിക്കുക, ദൃഢപ്രത്യയത എന്ന് പറയും. അതാണ് വാൽമീകി തന്നെ ബാലകാണ്ഡത്തിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൃഢവ്രത
എന്ന് പറയും. ദൃഢവ്രതിയായിരിക്കും. ഇത് എത്ര പേർക്ക് കഴിയും? പറയുന്നത് പോലെ ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? നീ എവിടെ പോടാ, നീ ഞാൻ തെക്കോട്ട് പോകുന്നവൻ വടക്കോട്ടായിരിക്കും. ഇതാ സ്ഥിതി. പറയുന്നത് പോലെ ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയുക, വാക്കുപാലിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രമേ ആളുകൾക്ക് ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഈ പ്രത്യേകതയുണ്ട്. 2 വാക്ക്, രാമന്റെ വാക്കില്ല ഒന്നിലേറെ എന്ന് പറയും. അതുകൊണ്ടും കൂടിയാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞത്. രാമൻ ധർമ്മം തന്നെ വിഗ്രഹം വർദ്ധിച്ച ആളാണ്. എന്താണ് ഈ ധർമ്മം? ഇന്നലെ ധാരൈതീതി ധർമ്മ ധാത്വർത്ഥം ഞാൻ പറഞ്ഞു. ധർമ്മം അദ്രോഹ സർവഭൂതേഷു കർമ്മണ മനസാ ഗിര അനുഗ്രഹശ്ച ദാനഞ്ച സദാം ധർമ്മസനാതന എന്ന് പറയും. അദ്രോഹ സർവഭൂതേഷു, ഒരു ജീവജാലത്തെയും, ചരാചര പ്രകൃതികളായി വരുന്ന ഒരു ജീവജാലത്തെയും അദ്രോഹ, ദ്രോഹിക്കാതിരിക്കുക. എങ്ങനെയെല്ലാം? 3 കാര്യത്തിലൂടെ നമുക്കൊരാളെ ദ്രോഹിക്കാൻ പറ്റുക. ഇത് 3 പറ്റാതിരിക്കണം, അതാ വേണ്ട. ഏതൊക്കെ? കർമ്മണ, പ്രവൃത്തിയിലൂടെ, മനസ്സുകൊണ്ട്, ഗിര എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട്. അതാ നമ്മൾ പറയും, എന്തെങ്കിലും കാര്യങ്ങൾ പറയും, സത്യം ഇടുമ്പോഴൊക്കെ നമ്മൾ പറയും മനസ്സാ വാചാകരമാണ്, ഞാൻ അറിഞ്ഞ കാര്യമല്ലെന്ന് പറയും. അത്ര നമ്മുടെ ഉള്ളിലേക്ക് ഇത് കടന്നു കയറിയിട്ടുണ്ട് ഈ 3 അംശങ്ങളും. പക്ഷെ ഇത് സാധിക്കുന്നുണ്ടോ നമുക്ക്? അദ്രോഹ സർവഭൂതേഷു കർമ്മണ മനസാ ഗിര. പിന്നെന്താ വേണ്ടത്? അനുഗ്രഹശ്ച ദാനഞ്ച സദാം ധർമ്മ സനാതന. ഇതാണ് സനാതന ധർമ്മം. സനാതനം എന്നുള്ള വാക്കിന് സദാതനം എന്നും കൂടി പേരുണ്ട്. ഒരിക്കലും നാശമില്ലാത്തത്. കാലദേശങ്ങളൊക്കെ മാറിയേക്കാം, ആളുകളെല്ലാം വന്നു പോയേക്കാം, മരിച്ചും ഒക്കെ അപ്രത്യക്ഷമായേക്കാം, എന്നാലും ഇതിനൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് അതിനെ സദാതനമെന്നോ സനാതനമെന്നോ പറയുന്നത്. ഈ മനോഭാവം നമ്മുടെ സംസ്കാരത്തിൻ്റെ ആകത്തുകയാണ്. നമ്മുടെ സ്വഭാവത്തിൽ ചെറുപ്പം മുതൽ ശീലിക്കേണ്ട ഒന്നാണ്. എല്ലായ്പ്പോഴും മാതൃകയാക്കേണ്ടതാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് കവി പറയുന്നത്. ആശാൻ പറയുന്നത് അങ്ങനെയാണ്. അന്യജീവൻ ഉതകുന്ന മട്ടിൽ, അന്യജീവനെ സഹായിക്കുന്ന മട്ടിൽ നമ്മളായിത്തീരണം. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു ഘനം നവാമ്പുവാൽ. അതാണ് മേഘങ്ങളിൽ ജലത്തിന് അംശം കൂടുമ്പോൾ ആ കാർമേഘങ്ങളായി താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. വൃക്ഷങ്ങളിൽ ഫലം വന്ന് തിങ്ങുമ്പോൾ അതിൻ്റെ ശാഖകൾ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. വിദ്യ അധികരിച്ചാൽ വിനയം കൊണ്ട് ശിരസ് കുനിഞ്ഞു പോവുകയാണ് വേണ്ടത്. ഈ ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അദ്രോഹ സർവഭൂതേഷു കർമ്മണ മനസാ ഗിര അനുഗ്രഹശ്ച ദാനഞ്ച സദാം ധർമ്മ സനാതന. ഈ സനാതന ധർമ്മം എന്നും ഭാരതത്തിൻ്റെ സ്വന്തമാണ്. സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് പറയും. ഈ ധർമ്മത്തെയാണ് ഈ ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ, ദ്വാപരം എന്ന വാക്ക് അതും ഞാൻ ഇന്നലെ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു. എന്താണ് ദ്വാപരം? അപരം എന്നാണ്. ഏതാണത് എന്ന് അറിഞ്ഞുകൂടാ. ധർമ്മമേത് അധർമ്മമേത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ സന്ദിഗ്ധാവസ്ഥ, ഒരു സംശയമുള്ള അവസ്ഥ ഉണ്ടാവുക. ആ കാലഘട്ടമാണത് ദ്വാപരം. അവിടെയാണ് കൃഷ്ണന്റെ ഒരു അവതാരം വേണ്ടി വന്നത്. അതുകൊണ്ടും കൂടിയാണ് യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് കൃഷ്ണൻ പറയുന്നതായിട്ട് ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നത്. എവിടെയെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നത്, പരിക്ഷീണത ഉണ്ടാകുന്നത്, ഇല്ലായ്മയും വല്ലായ്മയും ന്യൂനതയും കോട്ടവും വീഴ്ചയും ഉണ്ടാകുന്നത്, അവിടെയെല്ലാം അഹം ആത്മാനം സൃജാമി, ഞാൻ ആത്മാവിനെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞു. അത് വേണ്ടി വന്നത് അതുകൊണ്ടാണ്. ധർമ്മം എഴുന്ന് ചൂണ്ടിക്കാണിച്ചോടെ നോക്കൂ മനുഷ്യ, ഇതാണ് ഹേ പാർത്ഥ. ഈ പാർത്ഥൻ എന്നുള്ളത് അർജുനന് മാത്രമല്ല അർത്ഥം, പൃഥയുടെ പുത്രന്മാരായിട്ടുള്ള എല്ലാത്തിനെയും, അട്ടയും പാറ്റയും പുഴുവിനെയും ഉറുമ്പിനെയും മനുഷ്യരെയും എല്ലാവരെയും പറയാം ഈ പാർത്ഥൻ എന്ന്. ഹേ പാർത്ഥ, ഇതാണ് ധർമ്മം, ഇതാണ് അധർമ്മം, ഇതാണ് നീ ചെയ്യേണ്ടത്. ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അതിനാണ് കൃഷ്ണൻ വന്നത്. പാപത്തെ ഇളക്കി മറിക്കുകയാണ്. അതാണ് കർഷണം ചെയ്യുകയാണ്, ഉഴുതുമറിക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് അനുചിതങ്ങളായ കർമ്മഭാവങ്ങളെയും മനോഭാവങ്ങളെയും മാറ്റിയെടുത്ത് അത് സംസ്കരിച്ച് പൂർണ്ണ ഫലദായകമായ സൽക്കർമ്മങ്ങളാക്കി പരിവർത്തിപ്പിക്കുക എന്നുള്ളതിൻ്റെ വഴികാട്ടിയായിരുന്നു, ടോർച്ച് ബിയറായിരുന്നു ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. എല്ലാ അവതാരങ്ങൾക്കും ഇങ്ങനെ ലക്ഷ്യങ്ങളുണ്ട്. അതേ ലക്ഷ്യമാണ് ഈ ശ്രീരാമനും ഉണ്ടായത്, ധർമ്മസങ്കല്പം. അത് വ്യാസന്റെ ഭാഷയിൽ അത് പറയുമ്പോൾ ധർമ്മസ്യ ഗഹനാഗതി, കാരണം അതാർക്കും അത് ശരിയായതിലേക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല. അത് വ്യാസൻ തന്നെ നാരദനെ കൊണ്ട് കർണനോട് പറയിക്കുന്നുണ്ട്,
കർണനോട് പറയിക്കുന്നുണ്ട്, ഹേ കർണ, നിനക്ക് സംഭവിച്ചത് എന്താണ്? ദേവന്മാർക്ക് പോലും സാധ്യമല്ലാതിരിക്കുന്ന ഈ ധർമ്മത്തെ നീ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് നിനക്ക് നാശമുണ്ടായത് എന്ന്. അതാണ് നന്മതിന്മകളെ വേർതിരിക്കുന്ന സനാതന തത്വം എന്താണെന്ന് യുധിഷ്ഠിരൻ ചോദിക്കുമ്പോൾ കർണനോട് പണ്ട് നാരദൻ പറഞ്ഞു കൊടുത്ത കാര്യം വീണ്ടും പറയുകയാണ്. മഹർഷേ, സൽക്കർമ്മം കൊണ്ടുള്ള ഫലസിദ്ധി ആത്മനാശമാണെങ്കിൽ നന്മതിന്മകളെ വേർതിരിക്കുന്ന സനാതന തത്വം എന്താണെന്നാണ് യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുന്നത് കർണനെക്കുറിച്ച്. കാരണം അങ്ങനെയാണ് തീർത്ഥത്തിൽ വീഴുന്നത്. ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് കർണൻ അവിടെ മഹാഭാരതത്തിൽ. അപ്പോൾ ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞ മറുപടിയാണ് ഇത്. മറ്റാർക്കും, ദേവന്മാർക്ക് പോലും അസാധ്യമായിരിക്കുന്ന ധർമ്മ പരിപൂർണത സ്വായത്തമാക്കാനും നടപ്പിലാക്കാനും ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് കർണൻ അവിടെ ദേഹനാശം സംഭവിച്ചത് എന്ന് മറുപടി പറയുക ചെയ്തത്. അപ്പോൾ ധർമ്മത്തിൻ്റെ ഗതി അത്ര ഗംഭീരമാണ്. ധർമ്മഗഹന ആ ധർമ്മമാണ് എത്രയോ ധർമ്മസങ്കടങ്ങളുടെ, ദുഃഖത്തിൻ്റെ അഴൽവേളകളുടെ ഇടയിലൂടെ, അഗ്നിച്ചികളുകൾക്കിടയിലൂടെ നടന്നു പോകേണ്ടി വന്നപ്പോഴും രാമൻ പാലിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് വഴിയെ കാണാം. എല്ലാം ഈശ്വരാഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ശ്രീരാമദേവൻ തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം ഒരിക്കൽ കൂടി.